ഒരു കൈ അടിക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല, രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. പേ പിടിച്ച പട്ടികൾ നമ്മൾ കടിക്കാനായിട്ട് വരും. ഒഴിഞ്ഞു മാറേണ്ടതും അതിനെ കല്ലെറിഞ്ഞ് ഒട്ടിക്കേണ്ടതും നമ്മളുടെ അത്ര എനിക്കതിനെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമ്മൾ പോയി എല്ലാത്തിനും പോയി ഇത് നിന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ കരഞ്ഞ് വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? ചെളി കണ്ടിട്ട് ചെളിയിൽ പോയി ചവിട്ടിയിട്ട് വന്നിട്ട് പിന്നെ കാല് കഴുകാൻ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. ആണുങ്ങളെ ട്രാപ്പിലാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളാണ് പഴയതിനെക്കാട്ടി കൂടുതലുള്ളത്. എന്ത് കാസ്റ്റിംഗ് കൗച്ചാവട്ടെ എന്താവട്ടെ, ഒരു കൈ അടിക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല, രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പം താൻ എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ അതെനിക്ക് നോന്ന് പറയാം, എനിക്ക് പ്രതികരിക്കാം, തന്നെ അടിവയ്ക്കാം, തന്നെ വഴക്ക് പറയാം, അല്ലെങ്കിൽ തമാശയൊക്കെ എടുത്ത് കളയാം. അതൊക്കെ എൻ്റെ ചോയ്സാണ്. എനിക്ക് എൻ്റെ വ്യക്തിത്വം അനുസരിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പം നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോന്ന് ഇതാക്കിയിട്ട് പിന്നെ അത് പുറത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ ചെയ്യുന്ന പോലെ അല്ലേ ബാക്കി ഓരോന്ന് ചെയ്യണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കൈ അടിച്ചാൽ സൗണ്ട് ഉണ്ടാവത്തില്ല. പേ പിടിച്ച പട്ടികൾ നമ്മൾ കടിക്കാനായിട്ട് വരും. ഒഴിഞ്ഞു മാറേണ്ടതും അതിനെ കല്ലെറിഞ്ഞ് ഒട്ടിക്കേണ്ടതും നമ്മളുടെ അത്ര എനിക്കതിനെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ലോകം മുഴുവൻ നമ്മളൊരാൾ വിചാരിച്ചുകൊണ്ട് നന്നാവില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ബോധമൊക്കെ വേണമല്ലോ. അത്രയേ ഉള്ളൂ. അല്ല നമ്മൾ പോയി എല്ലാത്തിനും പോയി ഇത് നിന്ന് കൊടുത്തിട്ട് പിന്നെ അതിനെ കരഞ്ഞ് വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മളായിട്ടിരിക്കുക, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക, നമുക്കൊരു സൗണ്ട് ഉണ്ടാവുക. നമ്മളുടെ വോയിസ് റൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുക. നമുക്ക് പറ്റില്ല എന്ന് പറയണ പറ്റാത്ത കാര്യങ്ങൾ പറ്റാത്ത ചെയ്യുക, പറ്റില്ല എന്ന് പറഞ്ഞിതാക്കുക. അല്ലാതെ അതും ഇതൊക്കെ പോയി ചെയ്തതിന് ശേഷം എന്നെ പോയിട്ട് ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എനിക്കതിനെക്കുറിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ കാര്യമല്ലേ കൂടുതലും പറയാൻ പറ്റൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമുക്ക് എന്തിൻ്റെ പേരിലാണ് പോയിട്ട് നീ അങ്ങനെ പോയി ചെയ്യുക അല്ലെങ്കിൽ നീ അങ്ങനെ പോയി ചെയ്യരുത് എന്നൊന്നും നമുക്ക് പറയാനുള്ള ഒരു ഇതുമില്ല. ചെളി കണ്ടിട്ട് ചെളിയിൽ പോയി ചവിട്ടിയിട്ട് വന്നിട്ട് പിന്നെ കാല് കഴുകാൻ നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. ചെളി കാണുമ്പോൾ ചവിട്ടാതെ മാറി കിടക്കുക. അപ്പം നമുക്ക് ബെനിഫിറ്റ് കിട്ടില്ല. നമുക്ക് ബെനിഫിറ്റും വേണം, നമുക്കൊന്ന് എല്ലാം വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. എനിക്ക് എത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവന് അതിന് തക്കതായി മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ആ പെണ്ണിൻ്റെ ഒരു എന്താ പറയുക നട്ടലില്ലായ്മയാണ്. അങ്ങനെ പറയാതിരിക്കുന്നത് അവരുടെ അവസരം പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടില്ലല്ലോ. ഓരോരുത്തരങ്ങനെ ചെയ്യാൻ നിന്നിട്ടല്ലേ മറ്റുള്ളവരാ ചോദിക്കുന്നത്. 10 പേര് പറ്റില്ല എന്ന് പറഞ്ഞാൽ 11 അല്ലെങ്കിൽ 10 പേര് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് കഴിഞ്ഞാൽ 11ാമത്തെ ആളിനോട് ചോദിക്കാൻ അവർക്ക് പിന്നെ ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ തന്നെ എല്ലാത്തിനും വളമിട്ട് കൊടുത്തിട്ട് നമ്മൾ തന്നെ കരഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളുള്ളിടത്തോളം കാലം ആണുങ്ങൾ ഇതാവും. ഇപ്പം ആണുങ്ങളെ ട്രാപ്പിലാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളാണ് പഴയതിനെക്കാട്ടി കൂടുതലുള്ളത്. അപ്പം രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. അതൊന്നും പിന്നെ ആരും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല.